ഞാൻ ഇന്ന് മാത്രം റിജക്റ്റ് ചെയ്ത റെസ്യൂമേസ് ആണിത്. ആൻഡ് എന്തുകൊണ്ടാണ് ഒരു HR റെസ്യൂമേ റിജക്റ്റ് ചെയ്യുന്നത്, ആ പോയിന്റ്സ് നമുക്കൊന്ന് ഷെയർ ചെയ്യാം. ആദ്യമേ ബേസിക്സ് കറക്റ്റ് ആയിരിക്കണം. അതായത് ഞാൻ എക്സാമ്പിൾ കാണിക്കാം. ഇന്ന് എനിക്ക് കിട്ടിയ റെസ്യൂമേ ഞാൻ പേര് കാണിക്കുന്നില്ല. ഇത് കണ്ടോ, ഫോട്ടോ വെക്കേണ്ട സ്പേസ് ആണ്, പക്ഷേ ആളത് ബ്ലാങ്ക് ആയിട്ട് ഇട്ടേക്കണം. വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷെ അതുപോലും തെറ്റിക്കുന്ന കുറേ പേരുണ്ട്. പിന്നെ രണ്ടാമത്തത് സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. നിങ്ങളുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് നിങ്ങളുടെ റെസ്യൂമേ. അപ്പോൾ അതിനകത്ത് തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തിയാൽ അത് നിങ്ങളുടെ ഒരു കെയർലെസ്നെസ്സോ അല്ലെങ്കിൽ അൺപ്രൊഫഷണലിസം ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ റെസ്യൂമേയിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരാതെ നോക്കുക. മൂന്നാമത്തത്, ഒരിക്കലും റെസ്യൂമേ 2 പേജിലേക്ക് പോകരുത്. മാക്സിമം കണ്ടൻറ്റ് ഒറ്റ പേജിൽ നിർത്തുക. ഒരു HR മാക്സിമം 3 സെക്കൻഡ്സ് മാത്രമാണ് നിങ്ങളുടെ റെസ്യൂമേയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറേ കഥ എഴുതി വെച്ചിട്ടും കാര്യമില്ല. മെയിനായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട്. പിന്നെ നാലാമത്തത് പ്രോപ്പർ ഫോർമാറ്റിംഗ്. ഓരോ രാജ്യത്തിനും ഓരോ റെസ്യൂമേ ഫോർമാറ്റ്സ് ഉണ്ട്. ഇന്ത്യൻ ഫോർമാറ്റ്, നമ്മൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇന്ത്യൻ ഫോർമാറ്റ് കീപ്പ് ചെയ്യുക. അതും ഒരു എക്സാമ്പിൾ ഞാൻ ഷെയർ ചെയ്യാം. ആളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഭാഗത്ത് ടേബിൾ കോളമൊക്കെ വെച്ചേക്കുവാണ്. ഇപ്പോൾ ഇതൊരിക്കലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഫോർമാറ്റ് അല്ല. ഇത് ഭയങ്കര ചൈൽഡിഷ് ആയിട്ടായിരിക്കും നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അഞ്ചാമത്തത്, ഒരിക്കലും ഒരു ഫാൻസി ടൈറ്റിലും നിങ്ങളുടെ റെസ്യൂമേയിൽ വെക്കാൻ പാടില്ല. അതായത് നിങ്ങൾ ഔട്ട് ഓഫ് ദ ബോക്സ് നിൽക്കാനായിട്ട് മൈ കരിയർ ജേർണി, മൈ കരിയർ ട്രാജക്ടറി അങ്ങനത്തെ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യരുത്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടൈറ്റിൽസ് മാത്രം കീപ്പ് ചെയ്യുക. അതായത് കോൺടാക്റ്റ് ഇൻഫർമേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, അങ്ങനത്തെ സ്റ്റാൻഡേർഡ് ടൈറ്റിൽസ് മാത്രം യൂസ് ചെയ്യുക. സോ ഇതൊക്കെയാണ് ഒരു HR നിങ്ങളുടെ റെസ്യൂമേസ് മാനുവലി റിജക്റ്റ് ചെയ്യാനുള്ള കാരണം. ഇനി ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ റെസ്യൂമേസ് റിജക്റ്റഡ് ആവാനുള്ള സാധ്യതകളുണ്ട്. ആൻഡ് അതെന്തൊക്കെയായിരിക്കും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്യാം.